ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും ശർക്കരയും പഴവും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു 3-4 ചേരുവകൾ വെച്ചിട്ടാണ് നമ്മളിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് കാണാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ആദ്യം ചേർക്കുന്നത് 1/2 കപ്പോളം ഉള്ള ശർക്കരയാണ്. അപ്പോൾ ശർക്കര ഞാൻ ആദ്യം ഇടികല്ലുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇടിച്ചിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്കിതുപോലെ തരിയായിട്ട് കിട്ടും. അപ്പോൾ അത് കുറച്ചും കൂടെ എളുപ്പമാണ്. നമ്മളിത് ശർക്കര പാനിയെല്ലാം ആക്കുന്നത് നമ്മളത് അല്ലാതെ തന്നെ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിയിലൊന്ന് അടിച്ചിട്ട് വന്നത്. അപ്പോൾ 1/2 കപ്പ് ശർക്കരയ്ക്ക് 1/2 കപ്പോളം ഉള്ള ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിൽ ചേർക്കുമ്പോൾ സൺഫ്ലവർ ഓയിലാണ്, അതായത് മണമൊന്നും ഇല്ലാത്ത ഓയിൽ വേണം ചേർക്കാനായിട്ട്. ഒരിക്കലും വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് തൈരാണ്. 1/4 കപ്പോളം ഉള്ള തൈര്. അപ്പോൾ 1/2 കപ്പിൻ്റെ കപ്പിലെടുത്തു എന്ന് മാത്രം, പക്ഷെ അതിന് പകുതിയേ ഉള്ളൂ, 1/4 കപ്പോളം ഉള്ളൂ കേട്ടോ. അപ്പോൾ 1/4 കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന തൈരിന് നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ അതിന് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചെടുക്കുക. ഞാനിപ്പോൾ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ സ്പൂൺ വെച്ചിട്ടൊന്ന് നല്ലൊരു സ്മൂത്തായിട്ട് വരും, അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ശർക്കരയൊക്കെ പെട്ടെന്ന് അലിഞ്ഞ് വരും. അപ്പം അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കണ്ടില്ലേ, ഇതേപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിടന്നാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇത്രത്തോളം നിങ്ങൾക്ക് മാക്സിമം നമ്മൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുന്നു, അത്രയും നമ്മുടെ ശർക്കര നല്ല ലൈറ്റായിട്ട് വരും കേട്ടോ, നല്ല പൊടിയായിട്ട് വരും. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 കപ്പോളം ഉള്ള ഗോതമ്പ് പൊടിയും അതുപോലെ ഒരു 1/4 ടീസ്പൂണോളമുള്ള ബേക്കിംഗ് പൗഡറും ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 3 നുള്ളോളം ഉള്ള ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ചേർക്കുന്നത്. ഇനി ഇത് രണ്ടും ചേർത്തില്ല എന്ന് ഓർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് സ്വാദിന് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. ഇനി ചെയ്യുന്നത് അരിപ്പയിൽ ഇതൊന്ന് അരിച്ചെടുക്കുന്നതാണ്. കാരണം ഞാനിവിടെ എടുക്കുന്ന ഗോതമ്പ് പൊടിക്ക് അത്യാവശ്യം നല്ല തവിടൊക്കെയുള്ള ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ നമുക്കിതൊരു നൈസായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഈ ഒരു അരിപ്പയിലൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഇതേ റെസിപ്പി തന്നെ മൈദപ്പൊടി വെച്ചിട്ടാണെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. മൈദപ്പൊടി അതുപോലെ റവ ഒന്ന് ഇതേ അളവിൽ തന്നെ റവ മിക്സിയിലൊന്ന് നന്നായി പൊടിച്ചെടുത്തിട്ട് റവ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലത്തെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ട് തന്നെ ഒന്ന് നമുക്കിത് ഇതുപോലെ ഒരു കേക്കിൻ്റെ ബാറ്റർ ആ ഒരു രീതിക്ക് നമുക്കൊന്ന് കൊണ്ടുവരണം. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 2 ഏലക്കയുടെ കുരു ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചതച്ചോ പൊടിച്ചോ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ആ ഒരു ഏലക്കയുടെ ഫ്ലേവറും കൂടെ വരുമ്പോഴാണ് ഇതിന് നല്ല രുചി വരുന്നത്. നമുക്ക് പല ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. ഏലക്ക ചേർക്കാം, അല്ലെങ്കിൽ പട്ട പൊടിച്ചത് ഒരു 1-2 നുള്ളും ചേർത്ത് കൊടുത്താലും നല്ല രുചിയാണ്. ഇനി വാനില എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതുവാണെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ബാറ്റർ ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും വരുവാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂണോളമുള്ള പാല്, ഇത് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണ്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാലും അല്ല കേട്ടോ, ഇത് റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് ഒരു കേക്കിനൊക്കെ നമ്മൾ ഒഴിക്കത്തില്ലേ, ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ടൊന്ന് കൊണ്ടുവരണം. ഇനി നിങ്ങൾക്ക് തേങ്ങ ചെരുകിയതൊക്കെ ഇഷ്ടമാണ്, അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് തേങ്ങ കൊത്തായിട്ടാണെങ്കിലും അങ്ങനെയും ഇട്ട് കൊടുക്കാം. അതുപോലെ എന്തെങ്കിലും ഡ്രൈ നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. കണ്ടോ, അങ്ങനെ മടങ്ങി വീഴുന്ന ആ ഒരു പരുവത്തിന് നമുക്ക് ഇതുപോലെയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഏത് പാത്രത്തിലാണ് ഒഴിക്കേണ്ടതെന്ന് നോക്കാം. ഞാനിന്നിപ്പോൾ ഇവിടെ ഇതുപോലത്തെ കുഞ്ഞു കട്ടോരി എന്ന് പറഞ്ഞ പാത്രങ്ങളിലാണ് ഒഴിക്കുന്നത്. അതാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. നമ്മൾ വലിയൊരു കേക്ക് പോലെ ഉണ്ടാക്കി മുറിക്കുന്നതിനേക്കാൾ അവർക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പഴം ചെറുതായിട്ട് ഇതുപോലെ വട്ടത്തിലൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് വേണമെന്നൊന്നുമില്ല, തികച്ചും ഓപ്ഷണലാണ്. അങ്ങനെ ചേർത്തുന്ന ഒരു പ്രത്യേക സ്വാദൊക്കെ ഉണ്ടാവും, പഴത്തിൻ്റെ ഒരു സ്വാദൊക്കെ നമ്മുടെ ഈ ഒരു അപ്പത്തിനും ഉണ്ടാവും. അതിനു വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തത്. ഇനി ചെയ്യാനുള്ളത്, നമ്മൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തിൽ ഞാൻ അല്പം പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ഒരു നമ്മുടെ പഴത്തിനൊക്കെ ഒരു നിറവും മധുരമൊക്കെ കൊടുക്കും. അതിനു വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു സ്റ്റെപ്പ് വേണ്ട എന്നുള്ളവർക്ക് നമുക്ക് നമ്മുടെ പാത്രത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് തടവി കൊടുത്താലും മതി. ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യാൻ വിട്ടുപോയി. ഞാൻ ഇതിനകത്ത് ഈ ഒരു 2 കാര്യം മാത്രമേ ചെയ്തുള്ളൂ. ഞാൻ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ
ഒന്നും തടവി കൊടുത്തില്ല, ഇതിനകത്തൊന്നും തൂത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അത് ലാസ്റ്റ് ഇളകി പോരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ ആദ്യം തന്നെ നമുക്കിതുപോലെ എന്തെങ്കിലും നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് നമുക്കൊരു ബ്രഷ് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം പഞ്ചസാരയും പഴമൊക്കെ ഒന്ന് ഇടണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഈ 4 പാത്രത്തിലും നിറച്ച് വന്നിട്ടുണ്ട് പഴവും പഞ്ചസാരയും ഒക്കെ. ഇനി നമ്മുടെ ബാറ്റർ നമുക്ക് ഈ പാത്രങ്ങളിലൊന്ന് ഒരു 1/4 ഭാഗത്തോളം, 1/4 ഭാഗവും വേണ്ട, 1/4 ഭാഗത്തിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിലൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ട് വരാം. കാരണം ഇത് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു പാത്രത്തിൽ ആവി കയറ്റി, ഇത് 2 രീതിയിലുണ്ടാക്കാം. ആവി കയറ്റിയിട്ടും ഉണ്ടാക്കാം, അതേസമയം നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെയാണെങ്കിൽ ഉണ്ടാക്കാം. ഞാനിന്ന് കേക്ക് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊങ്ങിയൊക്കെ വരും കേട്ടോ, നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 ഭാഗത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിൽ മാത്രം നിറച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഓവർഫ്ലോ ആയി പോവും, ഇങ്ങനെ പൊങ്ങി പാത്രത്തിൽ നിന്നൊക്കെ വെളിയിൽ ചാടും. അപ്പോൾ ഇതാ ഞാൻ എല്ലാ പാത്രത്തിലൊന്നും നിറച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം നമുക്ക് എല്ലാ പാത്രങ്ങളും ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിവിടെ റെഡിയാണ്. ഇനി ഇതെങ്ങനെയാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു പാത്രം ഏകദേശം ഒരു 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഒന്ന് ലോവിലോട്ട് മാറ്റി അതിനുശേഷം ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് അകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം ഒന്ന് കമത്തി വെച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ അതിന് മേലൊരു സ്റ്റീൽ പാത്രം ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്റർ ഇത് നമുക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾ ഇതുപോലത്തെ പാത്രം ഒന്നും വെക്കണം എന്നൊരു നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഞാനതിങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കയ്യിൽ പിടിച്ച് നടക്കാൻ എളുപ്പത്തിന് ഒരു കുഞ്ഞൊരു കപ്പിൻ്റെ ഷേപ്പിൽ അങ്ങ് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിന് പകരം ഇതിപ്പം ഞാൻ ഈ ഒരു തട്ട് പോലെ വെച്ചിട്ടില്ലേ, അതുപോലത്തെ ചോറും പാത്രത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നിറച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ കൊള്ളാത്തത് കൊണ്ട് ഞാനതും വേറൊരു പാത്രത്തിൽ ബാക്കിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് ഇടയ്ക്കൊന്ന് മാറ്റിയിട്ടാൽ നന്നായിരിക്കും. നമുക്കിതൊരു 25 മിനിറ്റോളം സമയം എടുത്തൊന്ന് ആവിയല്ല വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 25 മിനിറ്റ് കഴിഞ്ഞു. നല്ല രീതിയിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു അപ്പം വന്നിട്ടുണ്ട്. കളറും ഒക്കെ ആണെങ്കിലും കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തോന്നും ഇത് വെന്തിട്ടില്ല എന്ന് തോന്നും, കാരണം പുറമെ ഭയങ്കര ഭയങ്കര ഗ്ലോസി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് തൊട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. അതുപോലെ ഒരു ടൂത്ത് പിക്കർ വെച്ച് കുത്തി നോക്കി കഴിഞ്ഞെടുത്തപ്പോഴത്തേക്കും ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതൊരു ഒരു കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എണ്ണ തൂക്കാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഞാനിതൊരു സ്പൂൺ വെച്ചിട്ട് സൂക്ഷിച്ച് ഒന്ന് വിടിവിച്ചിട്ട് ഒരു പാത്രത്തിലോട്ടൊന്ന് മറിച്ചിടുന്നുണ്ട്. നമ്മുടെ അപ്പം ഇവിടെ റെഡിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞ് പോലെയാണ് കേട്ടോ ഈ അപ്പം ഇരിക്കുന്നത്. നല്ല എന്താ പറയുക, നമ്മുടെ ഒരു സാധാരണ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് കഴിക്കുന്ന അതേ ഒരു എഫക്റ്റ് തന്നെയാണ് ഇതിനും. പിന്നെ ഇതിൻ്റെ ബാക്കിൽ പഴമൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇത് കഴിക്കുമ്പോൾ ഒത്തിരി പ്ലെയിൻ ആയിട്ട് കഴിച്ച പോലെ തോന്നില്ല. ഇടയ്ക്ക് പഴത്തിൻ്റെ ആ ഒരു ഇതൊക്കെ കഴിക്കാൻ കിട്ടുന്നത് കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും, കുഞ്ഞുങ്ങൾ മാത്രമല്ല വലിയവർക്കും. അപ്പോൾ ഞാൻ ബാക്കിയുള്ള എല്ലാതും ഇതുപോലെ ഒന്ന് തട്ടിയെടുത്ത് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു അപ്പം ഇവിടെ റെഡിയാണ്. നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. നമുക്ക് 4 മണിക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാം. നമ്മളൊരു സാധാരണ ഒരു പുട്ടും കടലയും അല്ലെങ്കിൽ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സമയം പോലും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മുടെ വീട്ടിലൊക്കെയുള്ള എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധാരണ ചേരുവകൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.